അടുത്തിടെ തേജസ് MK2 പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചില നിർണായകമായ അപ്ഡേറ്റുകൾ പുറത്തുവന്നിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം തേജസ് MK2വിന്റെ മെറ്റൽ കട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ തേജസ് MK2 അല്ലെങ്കിൽ ഇന്ത്യയുടെ മീഡിയം വെയിറ്റ് ഫൈറ്ററിനെ പറ്റി എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ടാകും. തേജസ് ഇന്ത്യയുടെ അഭിമാനം എന്ന ഈ വരി നിങ്ങൾ പലപ്പോഴായി കേട്ടിരിക്കും. ഈ വാക്കുകൾ ശരിയാണ് എന്നാണ് തേജസ് നമുക്ക് തെളിയിച്ചു തരുന്നത്. ഇന്ത്യൻ വ്യോമസേന പോലും ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് മലേഷ്യ മുതൽ സിംഗപ്പൂർ വരെയുള്ള വിദേശ രാജ്യങ്ങൾ തേജസിനോട് താൽപര്യം പ്രകടിപ്പിച്ചതിനൊരു കാരണമുണ്ടായിരുന്നു. പരിശീലന ശേഷിയുടെ അഭാവം, ഇലക്ട്രോണിക് വാർഫെയർ കഴിവുകളുടെ അഭാവം, ആന്തരിക ഇന്ധനശേഷിയുടെ കുറവ് മുതലായവയുണ്ടായിരുന്ന ഒരു അണ്ടർ റേറ്റഡ് വിമാനമായിരുന്നു തേജസ് MK1നെ 2015 CAG റിപ്പോർട്ട് കണക്കാക്കിയത്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുഴുവൻ വിമാനവും പുനർരൂപകൽപ്പന ചെയ്യേണ്ടതായിരുന്നു. അതിനാൽ പിന്നീട് HAL, DRDO, ADA എന്നിവ മുൻപുള്ളവയുടെ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച തേജസ് MK1 എന്ന വിപുലമായൊരു വകഭേദം നിർദ്ദേശിച്ചു. എന്നാൽ ഡിസൈൻ തേജസ് MK1ന് സമാനമായിരുന്നതിനാൽ തേജസ് MK1യുടെയും പ്രകടനത്തിൽ കുറവുണ്ടെന്നും അതിനാൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അനുയോജ്യമല്ലെന്നും CAG പ്രഖ്യാപിച്ചു. പിന്നീട് അതായത് 2021 ജനുവരി 13 തേജസ് MK1ക്ക് ഇന്ത്യൻ സർക്കാരിന്റെ അംഗീകാരം ലഭിക്കുകയും 83 തേജസ് വിമാനങ്ങൾക്ക് വ്യോമസേന ഓർഡർ നൽകുകയും ചെയ്തു. അതോടെ ഈ കരാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ തദ്ദേശീയ സംഭരണങ്ങളിലൊന്നായി മാറുകയും ചെയ്തു. ഈ കരാറിന് 48,000 കോടി രൂപയാണ് നിലവിൽ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയിലെ തേജസ് യുദ്ധവിമാനങ്ങളുടെ എണ്ണം 123 ഉയരും. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി നട്ടെല്ലായി മാറിയേക്കാവുന്ന മീഡിയം വെയിറ്റ് ഫൈറ്ററായ തേജസ് MK2വിനെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. പ്രധാനമായും മീഡിയം വെയിറ്റ് ഫൈറ്റർ എന്തുകൊണ്ട് നിർമ്മിക്കുന്നുവെന്നും അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് ഓരോരുത്തർക്കും തേജസ് MK1നെ പറ്റി ഒരു ചെറിയ ധാരണയെങ്കിലും നിലവിലുണ്ടായിരിക്കും. എന്നാൽ മീഡിയം വെയിറ്റ് ഫൈറ്റർ എന്നും അറിയപ്പെടുന്ന തേജസ് MK2 ആയിരിക്കും യുദ്ധവിമാന നിർമ്മാണത്തിൽ ഇന്ത്യയുടെ യശസ് ഉയർത്താൻ പോകുന്നത്. MMRCയുടെ കീഴിൽ 126 യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കാൻ ഇന്ത്യ ഒരു ടെൻഡർ പുറത്തുവിട്ടിരുന്നു. യൂറോ ഫൈറ്റർ ടൈഫൂൺ, റഫാൽ, F-18 എന്നിവ ഇതിൽ പ്രധാന മത്സരാർത്ഥികളാകുമെന്ന് പറയപ്പെട്ടിരുന്നു. എന്നിരുന്നാലും പല ഘടകങ്ങൾ കാരണം, പ്രധാനമായും ജിയോ പൊളിറ്റിക്സ് കാരണം ഈ ഇടപാട് വൈകുകയാണ്. മാത്രമല്ല ഈ ഇടപാട് ഒരിക്കൽ റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു തദ്ദേശീയ മീഡിയം വെയിറ്റ് ഫൈറ്ററിന്റെ അത്യാവശ്യമുണ്ട്. അതിനായി ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങളും പദ്ധതികളും ADAയുമായും DRDO, HAL പോലെയുള്ള സംഘടനകളുമായും വ്യോമസേന ചർച്ച ചെയ്തിരുന്നു. MiG-29, മിറാഷ് 2000, ജാഗ്വാർ തുടങ്ങിയ വൈവിധ്യമാർന്ന യുദ്ധവിമാനങ്ങളെ മാറ്റിസ്ഥാപിക്കുന്നതിനാണ് ഇപ്പോൾ തേജസ് MK2 പ്രധാനമായും രൂപകൽപ്പന ചെയ്യുന്നത്. കൂടാതെ ഭാവിയിൽ സുഖോയ്, റഫാൽ എന്നിവയ്ക്ക് പകരക്കാരനാകാനും തേജസ് MK2വിന് കഴിയും. ചില മേഖലകളിൽ റഫാലിനേക്കാൾ മികച്ചതും ചില മേഖലകളിൽ റഫാലിന് തുല്യവുമായ പ്രകടനങ്ങളും കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു നൂതന 4.5++ ജനറേഷൻ വിമാനമായിരിക്കും തേജസ് MK2. F-22 റാപ്റ്റർ പോലെയുള്ള നൂതന യുദ്ധവിമാനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഇന്ഡിയം ഓക്സൈഡ് ലെയർ, ഓപ്ഷനലി മാൻഡ് കോക്പിറ്റ് എന്നിവ പോലെയുള്ള ചില സവിശേഷതകളും ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പവർഫുൾ റഡാർ, പവർഫുൾ എഞ്ചിൻ കൂടാതെ മറ്റു പല ആയുധങ്ങളുടെയും മികച്ച സംയോജനത്തിൽ പൂർത്തിയാകുന്ന ഒരു മാരക യുദ്ധവിമാനമായിരിക്കും തേജസ് MK2. MiG-29, മിറാഷ് 2000, ജാഗ്വാർ എന്നിവയുടെ പ്രായമാകുന്ന ഫ്ലീറ്റുകൾക്ക് പകരമായി പതിറ്റാണ്ടുകളായി ഒരു മികച്ച മീഡിയം വെയിറ്റ് ഫൈറ്ററിനായി വ്യോമസേന അന്വേഷിക്കുകയാണ്. ഈ വിടവ് റഫാൽ യുദ്ധവിമാനം ഒരു പരിധിവരെ നികത്തിയെങ്കിലും വലിയ ചെലവ് കാരണം അവ വലിയ തോതിൽ പ്രവർത്തിപ്പിക്കുന്നത് പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ വിദേശ ജെറ്റുകളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാനും റഫാലിനേക്കാളും അപകടകാരിയായ ഒരു പോരാളിയെ വികസിപ്പിക്കാനും ഇന്ത്യ തീരുമാനിച്ചു. ലളിതമായി പറഞ്ഞാൽ മീഡിയം വെയിറ്റ് ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വളരെ സൗകര്യപ്രദമാണ്. അതായത് ഈ യുദ്ധവിമാനങ്ങൾ പരിപാലിക്കാൻ എളുപ്പമായിരിക്കും. മാത്രമല്ല അറ്റകുറ്റപ്പണി പ്രശ്നങ്ങളൊന്നും ഇവയ്ക്ക് നേരിടാനുള്ള സാധ്യതകളും വളരെ കുറവായിരിക്കും. കൂടുതൽ ഇന്ധനവും ആയുധങ്ങളും വഹിക്കുന്നതിനായി ശീതയുദ്ധ കാലഘട്ടത്തിൽ വലുതും ഭാരമേറിയതുമായ വിമാനങ്ങൾ ആവശ്യമായിരുന്നു. എന്നാൽ റഡാർ ടെക്നോളജിയുടെ വികസനം വിമാനത്തിന്റെ വലിപ്പം ഗണ്യമായി കുറയാൻ കാരണമായി. എന്നാൽ ഇന്നത്തെ മീഡിയം വെയിറ്റ് ഫൈറ്റർ യുദ്ധവിമാനങ്ങൾക്ക് ഹെവി വെയിറ്റ് ഫൈറ്റർ യുദ്ധവിമാനങ്ങളെക്കാൾ കൂടുതൽ ആയുധങ്ങളും ഇന്ധനങ്ങളും വഹിക്കാൻ കഴിയും. ആയുധങ്ങളുടെ ഭാരം കുറയുകയും ഡ്രോപ്പ് ടാങ്കുകളുടെ ചില സ്റ്റാൻഡേർഡൈസേഷനുകളും കാരണം ഇന്നത്തെ മീഡിയം വെയിറ്റ് ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ വളരെ മികച്ചതാണ്. അതിനാൽ മീഡിയം വെയിറ്റ് ഫൈറ്ററുകൾ കൂടുതൽ ഫലപ്രദവും വേഗമുള്ളതും പരിപാലിക്കാൻ എളുപ്പവുമായ യുദ്ധവിമാനങ്ങളാണ്. തേജസ് MK2വിന് വാലില്ലാത്ത ഡെൽറ്റ വിങ് ആകൃതിയിലുള്ള 2 കപ്പിൾഡ് ക്ലോസ് കനാഡുകൾ ഉണ്ടാകും. ഡെൽറ്റ ചിറകുകൾ ചിറകുകളുടെ ത്രികോണാകൃതിയെ സൂചിപ്പിക്കുന്നു. കൂടാതെ വാലില്ലാത്തത് അർത്ഥമാക്കുന്നത് ആ വലിപ്പം ത്രികോണ ചിറകുകൾക്കപ്പുറം മറ്റൊരു ഹൊറിസോണ്ടൽ സർഫസ് ഇല്ല എന്നതാണ്.
കുറഞ്ഞ എയറോഡൈനാമിക് ഡ്രാഗിനൊപ്പം ഘടനാപരമായ ലാളിത്യവും ഭാരം കുറവുമാണ് ടെയിൽലെസ് ഡെൽറ്റയുടെ പ്രധാന ഗുണങ്ങൾ. ഈ സവിശേഷതകൾ കാരണം എക്കാലത്തെയും വ്യാപകമായി നിർമ്മിക്കപ്പെടുന്ന സൂപ്പർസോണിക് പോരാളികളിൽ ഒരാളായി ദസോ മിറാഷിനെ മാറ്റിയിരുന്നു. എന്നിരുന്നാലും വാലില്ലാത്ത ഡെൽറ്റ ആകൃതിയിലുള്ള ചിറക് കാരണം വിമാനത്തിന്റെ ചിറകുകളുടെ വിസ്തീർണം വർദ്ധിക്കുന്നു. ഇത് വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷനെ ബാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതേസമയം തേജസിന്റെ കനാഡുകൾ ഉൾപ്പെടെയുള്ള വിങ് സ്പാൻ 8.5 മീറ്റർ ആണ്. ഒരു വിമാനത്തിന്റെ മാനുവറബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ലിഫ്റ്റ് നൽകുന്നതിനും കനാഡുകൾ സഹായിക്കുന്നു. അതിനാലാണ് TDBF മുതൽ റഫാലിന്റെ നേവൽ വേരിയന്റിൽ വരെയുള്ളവയിൽ രൂപകൽപ്പനയിൽ ക്ലോസ്ഡ് കനാഡുകൾ ഉപയോഗിക്കുന്നത്. തേജസ് MK2 കനാഡുകൾ നിയന്ത്രിക്കുന്നത് ഫ്ലൈ ബൈ വയർ സിസ്റ്റം ഉപയോഗിച്ചാണ്. ഇത് വേഗത്തിൽ പ്രതികരിക്കാനും മാനുവറബിലിറ്റിയിൽ മികവ് നൽകാനും വിമാനത്തെ സഹായിക്കുന്നു. തേജസ് MK2 ഒരു AES റഡാർ കൊണ്ടായിരിക്കും സജ്ജീകരിക്കുക. ഇത് തദ്ദേശീയരായ സ്കെയിലബിൾ റഡാറായ ഉത്തം AES റഡാർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഗാലിയം ആഴ്സനൈഡ്, ഗാലിയം നൈട്രേറ്റ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഉത്തം റഡാറുകൾ നിർമ്മിക്കുക. ഇതിൽ ഗാലിയം നൈട്രേറ്റ് ഉത്തം റഡാർ കുറഞ്ഞ ഊർജ്ജം ഉപയോഗിക്കുകയും കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ നിലവിൽ ഗാലിയം ആഴ്സനൈഡ് ഉത്തം റഡാർ നിർമ്മിച്ചുവെന്നും അവ തേജസ് MK1 സംയോജിപ്പിക്കുമെന്നും വ്യോമസേന വ്യക്തമാക്കിയിരുന്നു. ഗാലിയം നൈട്രേറ്റ് അധിഷ്ഠിത റഡാറുകൾ ലഭ്യമാക്കുമ്പോൾ അവ തേജസ് MK2 നോസിൽ സ്ഥാപിക്കും. തേജസ് MK2 നോസ് മൗണ്ടഡ് ഉത്തം AES റഡാറിന് 1 മീറ്റർ സ്ക്വയറിൽ ചെറിയ വസ്തുക്കളെ 18 കിലോമീറ്ററിന് മുൻപും 1 മീറ്റർ സ്ക്വയറിൽ വലിയ വസ്തുക്കളെ 170 കിലോമീറ്ററിന് മുൻപും തിരിച്ചറിയാൻ കഴിയും. ഇതിനെല്ലാം പുറമെ ഏതൊരു യുദ്ധവിമാനത്തിന്റെയും ഹൃദയമെന്നറിയപ്പെടുന്നത് അവയുടെ എഞ്ചിനുകളായിരിക്കും. തേജസ് MK1 GE404 ടർബോഫാൻ എഞ്ചിനാണുള്ളത്. ഇവയ്ക്ക് 53.9 കിലോ ന്യൂട്ടൺ ഡ്രൈ ത്രസ്റ്റും ആഫ്റ്റർ ബേണർ ഉപയോഗിക്കുമ്പോൾ 90 കിലോ ന്യൂട്ടൺ ത്രസ്റ്റും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അതേസമയം തേജസ് MK2 GE414 ടർബോഫാൻ എഞ്ചിനായിരിക്കും ഉണ്ടാകുക. ഇവയ്ക്ക് ആഫ്റ്റർ ബേണർ ഉപയോഗിക്കുമ്പോൾ 120 കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കൂടാതെ തേജസ് MK2 ഈ എഞ്ചിന് കൂടുതൽ എൻഡുറൻസും കൂടുതൽ കോമ്പാറ്റ് റേഡിയസും ഉണ്ടായിരിക്കും. ഏതൊരു വിമാനത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതിന്റെ ആയുധ പാക്കേജ് ആണ്. തേജസ് MK2 11 ഹാർഡ് പോയിന്റുകളും ഒരു 23mm GS-23 പീരങ്കിയും ഉൾപ്പെടെ മൊത്തത്തിൽ 6500 കിലോഗ്രാം ആയുധം വഹിക്കാൻ കഴിയും. അസ്ത്ര MK1, അസ്ത്ര MK2, ഒരു പക്ഷേ അസ്ത്ര SFDR MK3 എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങൾ ഈ വിമാനം BVR കോമ്പാറ്റിൽ ഉപയോഗിക്കുമെന്ന് കരുതപ്പെടുന്നു. 350 കിലോമീറ്റർ റേഞ്ചും സോളിഡ് ഫ്യൂൽ ഡക്റ്റഡ് റാംജെറ്റും ഉള്ളതിനാൽ അസ്ത്ര MK3 ആയിരിക്കും ഈ വിമാനത്തെ ഗെയിം ചേഞ്ചർ ആക്കുക. കൂടാതെ ഭാവിയിൽ 290 കിലോമീറ്റർ റേഞ്ചുള്ള 2 ബ്രഹ്മോസ് മിസൈലുകളും വഹിക്കാൻ ഇവയ്ക്ക് കഴിയും. ബ്രഹ്മോസിന്റെ സംയോജനം ഈ വിമാനത്തെ എയർ ടു ഗ്രൗണ്ട് റോളിൽ മാരകമാക്കും. അതോടൊപ്പം ശത്രുക്കളുടെ റഡാർ യൂണിറ്റുകൾ നശിപ്പിക്കുന്നതിന് പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത റേഡിയേഷൻ വിരുദ്ധ രുദ്രം മിസൈലുകളും തേജസ് MK2 സംയോജിപ്പിക്കും. DRDO ഗ്ലൈഡ് ബോംബുകൾ, സ്പൈസ് 2000, ക്രിസ്റ്റൽ മീസ്, അൺഗൈഡഡ് ബോംബുകൾ എന്നിങ്ങനെ വിവിധ തരം എയർ ടു ഗ്രൗണ്ട് ബോംബുകൾ വഹിക്കാനും ഈ വിമാനത്തിന് കഴിയും. അതോടൊപ്പം തെയിൽസിന്റെ ടൗഡ് ഡീകോയ് സിസ്റ്റവും ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. തേജസ് MK2 3500 കിലോമീറ്റർ ഫെറി റേഞ്ച് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതായത് 1500 കിലോമീറ്റർ ആണ് വിമാനത്തിന്റെ റേഞ്ച് എങ്കിലും ഇന്റേണൽ ഡ്രോപ്പ് ടാങ്ക് ഉപയോഗിച്ച റേഞ്ച് 3500 വർദ്ധിപ്പിക്കാൻ കഴിയും. കൂടാതെ തേജസ് MK2 മിഡ് എയർ റീഫ്യൂലിംഗ് കഴിവുകളോടൊപ്പമാണ് എത്തുക. ഡിഫൻസ് എക്സ്പോ 2020 പ്രദർശിപ്പിച്ച തേജസ് MK2 കോക്പിറ്റിന് വൈഡ് മൗണ്ടഡ് മൾട്ടി ഫംഗ്ഷണൽ ഡിസ്പ്ലേയോടുകൂടിയ സൈഡ് മൗണ്ടഡ് കൺട്രോൾ സ്റ്റിക്ക് ഉണ്ടാകും. ഇതുമൂലം വിമാനത്തിന്റെ എല്ലാ വിവരങ്ങളും, അതായത് AES റഡാർ, IRST സ്കാനർ, മിസൈൽ മുന്നറിയിപ്പ്, അപ്രോച്ച് സിസ്റ്റം എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ പൈലറ്റിന് എളുപ്പത്തിൽ ലഭ്യമാകുന്നു. കൂടാതെ നെറ്റ്വർക്ക് കേന്ദ്രീകൃത യുദ്ധശേഷിയുള്ള തരത്തിലാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഈ വിമാനത്തിന് ഒരു ആന്തരികമാക്കിയ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും ഉണ്ടായിരിക്കും. തേജസ് MK2 14.6 മീറ്റർ നീളവും 8.5 മീറ്ററിന്റെ വിങ് സ്പാനും ഉണ്ടാകും. കൂടാതെ 17,500 കിലോഗ്രാം പരമാവധി ടേക്ക് ഓഫ് വെയിറ്റുമായി മാക് 2 വേഗതയിൽ പറക്കാനും കഴിയും. ഒരു വിമാനത്തിന്റെ റഡാർ ക്രോസ് സെക്ഷനാണ് ആ വിമാനം ശത്രുവിന്റെ റഡാറിനെ എത്രമാത്രം ദുർബലമാക്കുമെന്ന് നിർണ്ണയിക്കുന്നത്. എന്നാൽ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ തേജസ് MK2 അതിന്റെ കനാഡുകളും വലിയ ചിറകുകളും കാരണം സ്റ്റെൽത്തി ആയിരിക്കില്ല. ഇത് ശരിയായിരിക്കാമെങ്കിലും തേജസ് MK2 ചിറകുകൾ, ഫ്യൂസ്ലേജ്, റഡർ, കനാഡുകൾ തുടങ്ങിയ 90% ഘടകങ്ങളും കോമ്പോസിറ്റുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വിമാനങ്ങളെ മോടിയുള്ളതും ഭാരം കുറഞ്ഞതും കൂടുതൽ സ്റ്റെൽത്തിയുമാക്കുന്നു. കൂടാതെ ഇവയുടെ കോക്പിറ്റിന് F-22 റാപ്റ്ററിനെ പോലെ ഇന്ഡിയം ടിൻ ഓക്സൈഡിന്റെ ലെയർ ഉണ്ടായതിനാൽ സ്വർണ്ണ നിറമായിരിക്കും ഉണ്ടാകുക. ഇത് കൂടുതൽ സ്റ്റെൽത്തി കഴിവുകൾ വിമാനത്തിന് നൽകുന്നു.
അതോടൊപ്പം AMCയ്ക്കായി DRDO വികസിപ്പിക്കുന്ന റഡാർ അബ്സോർബന്റ് മെറ്റീരിയൽ കോട്ടിംഗും തേജസ് MK2വിനുണ്ടാകും. GF414 എഞ്ചിനുകൾക്ക് സൂപ്പർ ക്രൂയിസിംഗ് കഴിവുണ്ടായതിനാൽ ഇതിന്റെ ഇൻഫ്രാറെഡ് സിഗ്നേച്ചർ കുറയുന്നു. തേജസ് MK2വിന്റെ റഡാർ ക്രോസ് സെക്ഷൻ 0യ്ക്കും 0.2 മീറ്റർ സ്ക്വയറിനും ഇടയിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അതിനാൽ റഫാലിനേക്കാൾ സ്റ്റെൽത്തിയാകാൻ തേജസ് MK2വിന് കഴിയും. തേജസ് MK2 2024 സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവയുടെ ആദ്യ പറക്കൽ 2024 നടക്കുമെന്നും 2025 ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കുമെന്നും കരുതപ്പെടുന്നു. തേജസ് MK2 ഭാവിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അടിത്തറയും നട്ടെല്ലുമാകാൻ പോകുന്ന ഒരു സുപ്രധാന യുദ്ധവിമാനമാണ്. സവിശേഷതകൾ നോക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും നൂതനമായ വിമാനമായി ഇത് മാറിയേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വിവിധ രാജ്യങ്ങൾ തേജസിൽ താൽപര്യം പ്രകടിപ്പിക്കുന്നതിനാൽ തേജസ് MK1 ഒരു വൻ വിജയമായ വിമാനമാണ്. രുദ്രം, ബ്രഹ്മോസ്, അസ്ത്ര, DRDO തുടങ്ങിയ ആയുധ പാക്കേജ് വഹിക്കുന്ന തേജസ് MK2 വളരെ അപകടകാരിയായിരിക്കും. അതോടൊപ്പം ഒരു ഏരിയൽ ഡോഗ് ഫൈറ്റ് പോലെ അല്ലെങ്കിൽ ബെലാക്കോട്ട് സ്ട്രൈക്ക് പോലെ എല്ലാ സ്ട്രൈക്കുകളും നടത്താൻ ഈ വിമാനത്തിന് കഴിവുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി കുന്തമുനയായി തേജസ് MK2 മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.